പാലപ്പവും ബട്ടർ ചിക്കനും കഴിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലേക്ക് ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് നാനായിരിക്കും. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോയാലും ബട്ടർ നാനിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ബട്ടർ ചിക്കൻ ആയിരിക്കും. പക്ഷെ നമ്മുടെ പാലപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ബട്ടർ ചിക്കൻ. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കറിയാണ് ബട്ടർ ചിക്കൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടർ ചിക്കനാണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട റെസിപ്പിയാണത്. ഇപ്പോൾ നാനിൻ്റെ കൂടെയും പാലപ്പത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ പുലാവിൻ്റെ കൂടെയും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ബട്ടർ ചിക്കൻ. 1 പോട്ട് ബട്ടർ ചിക്കനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ബട്ടർ ചിക്കനുള്ള ചിക്കൻ ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ 1 കിലോ ചിക്കനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലോട് കൂടിയ പീസാണ്. ചിക്കനും ആ മസാല എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇനി അതും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്നത് ഞാൻ ഇതേപോലത്തെ ഒരു പാനിലാണ്. അപ്പോൾ ആ പാനിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളയ്ക്കണം. ടൊമാറ്റോ ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ടൊമാറ്റോ ആണ്. നല്ല പഴുത്തിട്ട് നല്ല റെഡ് കളറായിട്ടുള്ള ടൊമാറ്റോ എടുക്കണം. ആ ടൊമാറ്റോ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. ഈ വെള്ളത്തിലേക്ക് ടൊമാറ്റോ ഇട്ട ശേഷം നല്ലതുപോലെ വെള്ളം തിളപ്പിക്കണം. അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ടൊമാറ്റോയുടെ തൊലിയെല്ലാം പൊട്ടി വരും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമുക്ക് ആ ചൂടുവെള്ളത്തിൽ നിന്ന് ആ ടൊമാറ്റോ എടുക്കണം. ഇത് കുറച്ച് തണുത്ത വെള്ളമാണ്. ഒത്തിരി അങ്ങ് ഐസ് വാട്ടർ അല്ല, ഒരു ചെറിയ തണുപ്പുള്ള വെള്ളത്തിലേക്കാണ് ഞാനിപ്പോൾ ടൊമാറ്റോ ഇടുന്നത്. എല്ലാ ടൊമാറ്റോ ചൂടുവെള്ളത്തിൽ നിന്ന് ഞാനിപ്പോൾ ഈ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ തൊലിയൊന്ന് പൊളിച്ച് കളയണം. എല്ലാ ടൊമാറ്റോയുടെയും തൊലിയൊന്ന് പൊളിച്ച് കളയണം. ആ തൊലി പൊളിച്ച ശേഷം ടൊമാറ്റോ വേറൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റണം. അപ്പോൾ എല്ലാ ടൊമാറ്റോയുടെയും തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക, പ്യൂരി ആക്കി എടുക്കണം. ഇപ്പോൾ ടൊമാറ്റോ തിളപ്പിച്ച വെള്ളമാണ്. ആ വെള്ളം ഞാൻ കളഞ്ഞു. സെയിം പാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. വെളിച്ചെണ്ണയല്ല, നമ്മുടെ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും കോൺ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചാൽ മതി. ഇനി അതിലേക്ക് സവാള വേണ്ടത് 400 ഗ്രാം സവാളയാണ്. അത് ചെറുതായിട്ട് ഒത്തിരി കനം കുറച്ചല്ല അരിഞ്ഞിരിക്കുന്നത്. 400 ഗ്രാം സവാള മുഴുവനായിട്ടും ആ പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് വാടിയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി ഈ സവാള എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടണം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ആ സെയിം പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. ഞാൻ ബട്ടർ എടുത്തിരിക്കുന്നത് 100 ഗ്രാം ബട്ടറാണ് വേണ്ടത് ഈ ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ 100 ഗ്രാം ബട്ടറിൽ നിന്ന് ഒരു ചെറിയ ക്യൂബ് കുറച്ച് എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് ഈ ഇപ്പോൾ ഓയിലിലേക്ക് മിക്സ് ചെയ്യണം.
ഇവിടെ ഓയിലും ബട്ടറും കൂടെ നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ടിക്കയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ആദ്യം ഒരു കഷ്ണം ചിക്കൻ ഒന്ന് വറുത്ത് നോക്കുക. വറുത്ത് നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉപ്പോ അതേപോലെ ഗരം മസാല, മുളകോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കുക. ചേർത്തിട്ട് വേണം ബാക്കിയുള്ള എല്ലാ ചിക്കനും വറുക്കാനായിട്ട്. ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ ആ ചിക്കൻ ഒന്ന് മറിച്ചിടണം. വീണ്ടും ഒന്നും കൂടെ അടച്ചു വയ്ക്കണം. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും ഒരേപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടോ എന്ന് നോക്കണം ചിക്കൻ്റെ. ചിക്കൻ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കൂടെ ബട്ടർ ആ പാനിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ തന്നെ വറുത്തെടുക്കണം. ഇപ്പോൾ ഞാൻ ചിക്കനെല്ലാം വറുത്തെടുത്തു. ഞാൻ സെയിം പാനിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും ആ എടുത്തു വെച്ച ബട്ടറിൽ നിന്ന്, ഇപ്പോൾ 100 ഗ്രാം ബട്ടറിൽ നിന്ന് ഞാൻ ആദ്യം കുറച്ചെടുത്തു. ബാക്കിയുള്ള ബട്ടറിൽ നിന്ന് ഒരു പകുതി ബട്ടർ എടുത്തിട്ട് ഈ പാനിലേക്ക് ഇടണം. ഇവിടെ ബട്ടറും എണ്ണയും കൂടി നല്ലതുപോലെ ഒന്ന് ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണിത്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ആ എണ്ണ തെളിയുന്നവരെ വഴറ്റണം. ഇനി കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾ സ്പൂൺ. ഞാനിതിൽ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ തന്നെ അതിന് ആവശ്യത്തിലുള്ള എരിവ് കിട്ടുന്നുണ്ട്. കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ എരിവുള്ള മുളക് പൊടിയും കൂടെ 1 ടീസ്പൂൺ 2 ടീസ്പൂൺ ചേർക്കാവുന്നതാണ്. അപ്പം മുളക് പൊടി ഇട്ടിട്ട് നല്ലതുപോലെ ഇപ്പം മൂത്തിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സിയിൽ അരിച്ചു വെച്ച ടൊമാറ്റോ ആണ്. ആ ടൊമാറ്റോ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കണം. നല്ല റെഡ് കളർ ടൊമാറ്റോ തന്നെ എടുക്കണം. അപ്പോഴാണ് ബട്ടർ ചിക്കന് നമ്മൾ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നല്ല കളർ കിട്ടും. കാശ്മീരി മുളക് പൊടിയും അതുപോലെ നല്ല റെഡ് കളറുള്ള ടൊമാറ്റോയും ചേർത്താൽ മാത്രം മതി. ഇതിലേക്ക് ഗരം മസാല പൗഡർ ചേർക്കണം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ. ടൊമാറ്റോയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ വഴറ്റണം. എണ്ണ തെളിയുന്ന വരെ വഴറ്റണം. അപ്പോൾ നമുക്കിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചിലപ്പോൾ കയ്യിലേക്കൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കവർ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്ക് സവാള അരച്ചെടുക്കണം. അപ്പോൾ സവാളയിലേക്ക് ഞാൻ 50 ഗ്രാം കാഷ്നട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ സവാള ചെറിയ ചൂടുണ്ടാവണം. ചെറിയ ചൂടുള്ള സവാളയും കാഷ്നട്ടും കൂടെ അരച്ച് പേസ്റ്റാക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെ ടൊമാറ്റോ 2-3 പ്രാവശ്യം അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ ടൊമാറ്റോ നല്ലതുപോലെ വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചു വെച്ച ആ സവാളയും കാഷ്നട്ടിൻ്റെ പേസ്റ്റാണിത്. മിക്സിയുടെ ജാറിൽ
ആ സവാളയും നട്ട്സിൻ്റെയൊക്കെ പേസ്റ്റ് കുറച്ച് ബാക്കിയുണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ആ വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് കവർ ചെയ്ത് വെക്കുക. ഇതും നല്ലതുപോലെ ഒന്ന് എണ്ണ തെളിയുന്ന വരെ നമ്മൾ വഴറ്റേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ടൊമാറ്റോയുടെ ഇതുപോലെ തന്നെയാണ് നമ്മളത് കൈ കൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നതിന് കയ്യിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് കവർ ചെയ്ത് വെച്ചിട്ട് ഇളക്കുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം കവർ തുറന്ന് നമ്മളിത് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞു വരും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച ചിക്കൻ ചേർക്കാം. ചിക്കനും ഈ മസാല എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് കവർ ചെയ്ത് 1 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് തുറന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കണം. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കണം. പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പും വെള്ളവും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് കവർ ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. തിള വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇത് തിക്ക് മസാലയാണ്, ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. ഇനി ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. 2.5 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് ചേർക്കുന്നത്. ആ കസൂരി മേത്തി ഒരു പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മുടെ ഉള്ളം കയ്യിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ കൈയും കൊണ്ടൊന്ന് പൊടിച്ചങ്ങ് ചേർക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ മേത്തി പൗഡറും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഒന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണം. ഞാൻ ബാക്കിയുള്ള ബട്ടർ മുഴുവനായിട്ടും ചേർക്കുക. ഇപ്പോൾ ഞാൻ 100 ഗ്രാം ബട്ടറും ഫുള്ളായിട്ട് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർക്കേണ്ടത്. അപ്പോൾ ബട്ടറും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി കുറച്ച് ഗരം മസാല പൗഡർ കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കണം. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് കവർ ചെയ്ത് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ബട്ടറിൻ്റെയും ആ കസൂരി മെത്തിയുടെയും എല്ലാ
ടേസ്റ്റ് നല്ലതുപോലെ ഒന്ന് വരുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ തിക്കുമായിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് ഇനി തീ ഓഫ് ചെയ്യാം. ഇനി അധികം നേരം അത് കുക്ക് ചെയ്യേണ്ട. അപ്പോൾ പിന്നെ അത് ഒത്തിരി കുറുകി പോവും, ചാറ് ഒട്ടും ഉണ്ടാവില്ല. ഇനി ബട്ടർ ചിക്കനിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കണം. ഫ്രഷ് ക്രീം 100 ഗ്രാമാണ് വേണ്ടത്. ഇപ്പോൾ ക്രീമും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ക്രീം ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആയ ശേഷം അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നീട് അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. കസൂരി മേത്തി അതേപോലെ തന്നെ ബട്ടറിൻ്റെ ഫ്ലേവർ ഓരോ ബ്രാൻഡിനും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ 100 ഗ്രാം ബട്ടർ ചേർത്തിട്ട് അത്ര ടേസ്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ, ബട്ടറിൻ്റെ ഫ്ലേവർ അത്ര വന്നില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് നോക്കാവുന്നതാണ്. ലാസ്റ്റ് നമ്മൾ ആ ക്രീമൊക്കെ ചേർക്കുന്ന ആ സമയത്ത് തന്നെ ബട്ടറും കൂടി ചേർക്കാം. ഈ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ ബട്ടർ ചിക്കനിലേക്ക് ചേർക്കാവുന്നതാണ്. കസൂരി മേത്തിക്കും ഓരോ ബ്രാൻഡിനനുസരിച്ച് മണത്തിനും എല്ലാം വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി പറഞ്ഞിട്ട് മണം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടി അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല റെഡ് കളറായിട്ടുള്ള ഒരു ബട്ടർ ചിക്കനാണ്. ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ നല്ല റെഡ് കളറുള്ള ടൊമാറ്റോ വേണം. നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ വേണം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട്. പിന്നീട് നമ്മൾ വിളമ്പുന്ന സമയത്ത് ഒരു 1-2 ടീസ്പൂൺ ക്രീം ഉണ്ടെങ്കിൽ അതൊന്ന് മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.